എന്താ ഈ റോവും കോളവും എന്ന് പറയുന്നത്? മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആണ്. 4 റോവും ഒരു കോളം ഉള്ളത്. ഹായ് ഓൾ, വെൽക്കം ടു ആദം വേൾഡ്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ മേലെ കൊടുക്കുന്നതാണ്. മെട്രിക്സ്, അതായത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മെട്രിക്സിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ്. എന്താണ് മെട്രിക്സ്, എലമെന്റ്സ്, നൊട്ടേഷൻ, ഓർഡർ, മെട്രിക്സ് എഡിഷന്റെ ബേസിക് കൺസെപ്റ്റ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാണ്. സോ ഞാനൊരു വീഡിയോ സീരീസ് ആയിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടോപ്പിക്കിനെ പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. മെട്രിക്സിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. മെട്രിക്സ് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇൻവേഴ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ചിലർക്ക് മെട്രിക്സ് അഡിഷൻ അറിയായിരിക്കും, മൾട്ടിപ്ലിക്കേഷനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ആ ടോപ്പിക്കിനെ പറ്റി മനസ്സിലാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആണ്, റോസിന്റെയും കോളംസിന്റെയും. ഞാൻ 4 നമ്പേഴ്സ് എടുത്തു. ഇത് ഞാൻ ഹൊറിസോണ്ടലിയാണ് എഴുതിയിരിക്കുന്നത്. ഇതേ നമ്പേഴ്സ് തന്നെ ഞാൻ എന്ത് ചെയ്ത് വെർട്ടിക്കലി എഴുതി. അപ്പോൾ ഇത് ഒരു മെട്രിക്സ് ആണ്. മെട്രിക്സിന്റെ കണ്ടീഷൻ എന്താണ്? അതായത് മെട്രിക്സിലെ റോയിലും കോളത്തിലും എന്തായിരിക്കണം? ഈക്വൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇതൊരു മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിലെന്താ ഈ റോവും കോളവും എന്ന് പറയുന്നത്? അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അതാണ്. ഞാൻ അതിനായി ഒരു എക്സാമ്പിൾ എടുത്തു. എക്സാമ്പിൾ 1. ഞാൻ ആദ്യം ഹൊറിസോണ്ടൽ എഴുതിയ അതേ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഇതിൽ റോ എന്താണ്, കോളം എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇടത് നിന്ന് വലത്തോട്ടേക്ക് എഴുതുന്ന രീതിയാണ് റോ എന്ന് പറയുന്നത്. മേലെ നിന്ന് താഴോട്ടേക്ക് എഴുതുന്ന രീതിയാണ് എന്ത്, കോളം എന്ന് പറയുന്നത്. ഈ റോനെയും കോളത്തെയും നമുക്ക് റെപ്രസെന്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇവിടെ ഒരു റോവും 4 കോളം അല്ലേ, എന്ത് ചെയ്ത് ഞാൻ 1/4 എന്ന് പറഞ്ഞിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്ത് എഴുതി. ഇനി നമ്മൾ വെർട്ടിക്കലി എടുത്ത എക്സാമ്പിൾ എടുക്കാം. വെർട്ടിക്കലി ഈ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്ത് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കോളോ റോ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇതാണ് ഈ കോളം എന്ന് പറയുന്നത്, ഇതാണ് ഇതിന്റെ റോ എന്ന് പറയുന്നത്. ഇതിലെന്താണ് 4 റോവും ഒരു കോളോ ആണുള്ളത്. ഇനി ഇതേ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും. ഈ 1ഉം 2ഉം മേലെയും 3ഉം 4ഉം താഴെയാക്കി എഴുതാൻ പറ്റും. അതായത് ഇതൊരു റോവും ഇത് വേറൊരു റോ ആക്കി എഴുതാൻ പറ്റും. മൂന്നാമത്തെ എക്സാമ്പിൾ നമുക്കിവിടെ എഴുതാം. ഇതിലെ റോവും കോളും എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഇതിന്റെ കോളവും ഇത് ഇതിന്റെ റോ ആണ്. അതായത് ഇത് ഇവിടെ 2 റോവും 2 കോളും ഉള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് എഴുതാം? 2/2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇത് എന്താണെന്നുള്ള കാര്യമല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ റോന്റെയും കോളത്തിന്റെയും ഈ റെപ്രസെന്റേഷൻ പറയുന്നതാണെന്ത്, ഓർഡർ എന്ന് പറയുന്നത്. ഈ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? M/n എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിലാണ് ഉണ്ടാവുക. അതായത് M എന്താ, നമ്പർ ഓഫ് റോസും n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കോളംസും ആണ്. അതായത് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആണ്, റോസിന്റെയും കോളത്തിന്റെയും. അപ്പോൾ ഓരോ റോയിലും എന്താണ്, ഈക്വൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ കോളത്തിനും ഈക്വൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഇതിനെ മെട്രിക്സ് എന്ന് പറയുകയുള്ളൂ. അപ്പോൾ എന്താണ് ഈ എലമെന്റ്സ് എന്ന് പറയുന്നത്? അതായത് നമ്പേഴ്സ് ആവാം, ലെറ്റേഴ്സ് ആവാം, ക്യാരക്ടേഴ്സ് ആവാം, ഇതിലെന്തും ആവാം. നമ്മൾ ആദ്യം എടുത്ത എക്സാമ്പിൾ ഇതാ. ഇതിലെന്താണ്, ഒരു റോവും 4 കോളും ആയിരുന്നുള്ളത്. ഇതിന്റെ ഓർഡർ എന്തായിരുന്നു? 1/4 ആണ്. ഇതൊരു മെട്രിക്സ് ആണോ? ഇത് മെട്രിക്സ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു റെക്ടാങ്കുലർ അറേഞ്ച്മെന്റിലായുള്ളത്. പിന്നെ എന്താണ്, ഇതിന് കോളവും റോയിലും എന്താണ് ഈക്വൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആണുള്ളത്. അതുകൊണ്ട് എന്താണ്, ഇതൊരു മെട്രിക്സ് ആണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്ക്. ഇതിൽ എത്ര റോ ഉള്ളത്? 4 റോവും ഒരു കോളോ ഉള്ളത്.
ഇതെന്താണ്? ഇതും ഒരു മെട്രിക്സ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഓരോ റോയിലും ഓരോരോ എലമെന്റ്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ കോളത്തിലും എന്താണ് ഈക്വൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഉള്ളത്. ഇവിടെ നോക്ക്, ഇവിടെ എന്താ 2 റോവും 2 കോളം ഉള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ എന്താ ഒന്നാമത്തെ റോയിൽ 2 എലമെന്റ്, രണ്ടാമത്തെ റോയിൽ 2 എലമെന്റ്. അതുപോലെ തന്നെ ഒന്നാമത്തെ കോളത്തിൽ 2 എലമെന്റ്, രണ്ടാമത്തെ കോളത്തിൽ 2 എലമെന്റ്. അപ്പോൾ ഇതെന്താണ് 2 റോ 2 കോളത്തിലും ഈക്വൽ നമ്പർ മെട്രിക്സ് ആണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരാം. ഇത് നിങ്ങളൊന്ന് ഈ മെട്രിക്സ് ആണെന്ന് ചിന്തിച്ച് നോക്കിയേ. മെട്രിക്സ് ആണ്. ഇവിടെ എന്താണ് ഇതൊരു റെക്ടാങ്കുലർ അറേഞ്ച്മെന്റിനാണ് ഉള്ളത്. അതുപോലെ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള എലമെന്റ്സ് എന്താണ് ലെറ്റേഴ്സ് ആണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എലമെന്റ്സ് നമുക്കറിയാം, ലെറ്റേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം, ക്യാരക്ടേഴ്സ് ആവാം, എന്തും ആവാം. അപ്പോൾ ഇതിൻ്റെ കോളം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഇതിൻ്റെ കോളം എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ റോ ആണ്. അപ്പോൾ ഇവിടെ എത്ര റോ എത്ര കോളമാണ് ഉള്ളത്? 2 റോ 2 കോളം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും? 2/2. ഇതൊരു മെട്രിക്സ് ആണെന്ന് മനസ്സിലായില്ലേ? ഇതിലെ റോയിലെ എലമെന്റ്സ് ഏതൊക്കെയാ? എയും ബിയും സിയും ഡിയും. അതുപോലെ കോളത്തിലെ എലമെന്റ്സ് ഏതൊക്കെയാ? എ സി ബി ഡി. എന്ത് ചെയ്യാം, ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, മെട്രിക്സ് ആണോ അല്ലയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാ. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ എന്താണ് 5 എലമെന്റ്സ് ആണുള്ളത്. ഈ 5 എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണുള്ളത്? നമ്പേഴ്സ് ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ കോളം നോക്ക് 2 എലമെന്റ്, രണ്ടാമത്തെ കോളം നോക്ക് 2 എലമെന്റ്, മൂന്നാമത്തെ കോളം നോക്ക് 1 എലമെന്റ് ആണ്. അതുപോലെ റോന്റെ കേസ് നോക്ക് 2 റോ ഉള്ളത്. ഒന്നാമത്തെ റോയിൽ 3 എലമെന്റ് ഉണ്ട്, രണ്ടാമത്തെ റോയിൽ എന്താണ് 2 എലമെന്റ് ആണ്. അപ്പോൾ ഇതെന്താണ് ഒരു മെട്രിക്സ് അല്ല. ഇനി അടുത്ത നമുക്കൊരു എന്താണ് ഒരു മെട്രിക്സ് എടുക്കാം. ഇത് നോക്ക്, ഇതിലെന്താ 3 എലമെന്റ്സ് ഉള്ളത്. ഇതൊരു മെട്രിക്സ് ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാ. അല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ 2 റോ ഉണ്ട്. ഒന്നാമത്തെ റോയിൽ 2 എലമെന്റും രണ്ടാമത്തെ റോയിൽ 1 എലമെന്റേ ഉള്ളൂ. നോക്ക്, കോളത്തിന്റെ കേസിൽ നോക്ക് 2 എലമെന്റ് ഉണ്ട്, രണ്ടാമത്തെ കോളത്തിൽ എന്താ 1 എലമെന്റ് ഉള്ളൂ. അപ്പോൾ ഇതെന്താണ് മെട്രിക്സ് അല്ല. അപ്പോൾ മെട്രിക്സിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മെട്രിക്സ് നൊട്ടേഷനാണ്. മെട്രിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്, എ അല്ലെങ്കിൽ ബി വെച്ചിട്ടാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുക. എൻട്രി അല്ലെങ്കിൽ എലമെന്റ് എന്ന് പറയുന്നത് ഒരു ലോവർ കേസ് ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് എനിക്ക് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നോക്കി, ഇത് A11. A11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കോളം ഒന്നാമത്തെ റോ ഉള്ള എലമെന്റ് എന്നാണ് അർത്ഥം. നോക്ക്, ഇത് A11. അപ്പോൾ ഇതിൽ A11 ഏതാ? ആ മെട്രിക്സ് നോക്ക്, അതിൽ 6 അല്ലേ? അതുപോലെ ഞാൻ ജസ്റ്റ് A22 എടുത്ത്. ഈ A22 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം. അപ്പോൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സിൽ എത്രയാ എൻട്രി? 24. അപ്പോൾ എന്താണ് ഞാൻ A21 എടുക്കും. A21 എന്ന് വെച്ചാൽ എന്താ? രണ്ടാമത്തെ റോ ഒന്നാമത്തെ കോളം. അപ്പോൾ എലമെന്റ് ഏതാ വരുന്നത്? 8. അപ്പോൾ അത് മനസ്സിലായില്ലേ നൊട്ടേഷൻ, മെട്രിക്സ് നൊട്ടേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇനി അടുത്തതായി എന്ന് വെച്ചാൽ മെട്രിക്സ് അഡീഷൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണെന്നുള്ളത്. മെട്രിക്സ് അഡീഷൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ സെയിം ഓർഡർ ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്താണ് മെട്രിക്സ് അഡീഷൻ പോസിബിൾ ആവുള്ളൂ. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒന്നായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടി ആയിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഓർഡർ എന്താണെന്നുള്ള കൺസെപ്റ്റ് എല്ലാം നിങ്ങൾക്ക് വേഗം മനസ്സിലായില്ല. അതുകൊണ്ട് മെട്രിക്സ് അഡിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾ ചെയ്ത് ആൻസേഴ്സ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അതിനുള്ള സൊല്യൂഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സ്വയം തന്നെ ചെക്ക് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.